ആന്റിവെനം നൽകുന്നതിൽ ഡോക്ടർമാർക്കിടയിൽ ആശങ്ക. പാമ്പ് കടിയേറ്റുള്ള 60% കേസുകളിലും ആന്റിവെനം നൽകിയാൽ തീവ്രമായ അലർജി ഉണ്ടാകുമെന്നതാണ് ആശങ്കയ്ക്കു കാരണം. താലൂക്ക് തലം വരെയുള്ള ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാരില്ലാത്തതും പ്രതിസന്ധിയാണ്. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് KGMO ആവശ്യപ്പെടുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രതീഷ്, ഏറെ ആലോചിച്ചും നിരീക്ഷണങ്ങൾക്കും ശേഷം മാത്രമേ, രക്തപരിശോധനകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കെ മാത്രമേ ആന്റിവെനം നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് മാനദണ്ഡമെന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ അസ്വസ്ഥതകൾ കാണിക്കുകയും ശരീരത്തിൽ പാടുകൾ ഇല്ലാതെ വരികയും ചെയ്ത സാഹചര്യത്തിലുള്ള ആശങ്കയുമുണ്ട്. അതിനൊപ്പം ഡോക്ടർമാരുടെ അപര്യാപ്തതയും. ആകെ കൃത്യമായൊരു മാനദണ്ഡങ്ങൾ, മുന്നറിയിപ്പുകളൊക്കെ പാലിക്കേണ്ടുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് ഡോക്ടർമാർ പറയുന്നത്, KGMO പറയുന്നത്? മാധവ്, സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളൊപ്പം പാമ്പ് കടി കേസുകൾ ആശുപത്രിയിൽ കൂടുതലായി എത്തുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഈ ആന്റിവെനം നൽകുന്നതിൽ ഡോക്ടർമാർക്കിടയിൽ ചില ആശങ്കകളുണ്ട്. അത് പ്രത്യേകിച്ച് താലൂക്ക് തലം വരെയുള്ള ആശുപത്രികളിലാണ്. കാരണം മതിയായ അടിസ്ഥാന സൗകര്യങ്ങളും ഡോക്ടർമാരുടെ കൂടുതൽ സേവനവുമില്ലാതെ ആന്റിവെനം നൽകിയാൽ അത് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് മരണത്തിലേക്ക് പോലും പോകാനുള്ളൊരു സാധ്യതയുണ്ടാക്കും എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കണം. പ്രധാനമായും പാമ്പുകടി കേസുകളിൽ 60% ഈ തീവ്രമായ പ്രതിപ്രവർത്തനത്തിന് സാധ്യതയുണ്ട്. അവർ പറയുന്നത് ഈ ആന്റിവെനം നൽകിയാൽ ഉടൻ ഈ 60% കേസുകളിലും അനാഫിലക്റ്റിക് ഷോക്ക് ഉണ്ടാകുമെന്നതാണ്. അത് പിന്നീട് ഹൃദയാഘാതത്തിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് രോഗിക്ക് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ താലൂക്ക് ആശുപത്രിയിലോ അതിന് താഴേക്കുള്ള ആശുപത്രികളിലോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ താലൂക്ക് ആശുപത്രികളിൽ പാമ്പ് കടിയേറ്റ് രോഗികൾ എത്തുമ്പോൾ വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്കോ ജനറൽ ആശുപത്രിയിലേക്കോ പോകാനുള്ള ഒരു നിർദ്ദേശം ഡോക്ടർമാർ നൽകുന്നത്. ചിറയിൻകീഴം ഈ വലിയ ഒരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചിറയിൻകീഴിൽ ചികിത്സ വൈകിപ്പിച്ചു, ആന്റിവെനം നൽകിയില്ല എന്നത് ഉൾപ്പെടെയാണ്. അതും ഈ ഒരു ഉദാഹരണമായി തന്നെ പറയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അവിടെ വെന്റിലേറ്റർ സൗകര്യമോ ICU ബെഡുകളോ അത്തരത്തിൽ മതിയായ സൗകര്യങ്ങളില്ല. അപ്പോൾ ഈ ആന്റിവെനം നൽകിയാൽ ഒരുപക്ഷെ ആ ആന്റിവെനം നൽകുമ്പോൾ അതുപോലും ആ രോഗിയുടെ ജീവൻ എടുത്തേക്കാവുന്ന ഒരു കാരണമായി മാറാം. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കൃത്യമായ ഡോക്ടർമാരുടെ നിരീക്ഷണം ആവശ്യമാണ്. ഒപ്പം സാങ്കേതിക സപ്പോർട്ടുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ താഴേക്കിടയിലുള്ള ആശുപത്രികളിൽ അത്തരത്തിലുള്ള സാങ്കേതിക ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും രാത്രിയാണ് പാമ്പുകടി ഏൽക്കുകയും ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ സാന്നിധ്യം അവിടെ വേണ്ടതുണ്ട്. പക്ഷേ ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ് വലിയ പ്രതിസന്ധിയാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ KGMO പറയുന്നത്.